അദ്ദേഹം ശാന്തനാണ്, അദ്ദേഹം രൗദ്രനാണ്. അവൻ സന്തോഷം സൃഷ്ടിക്കുന്നു, അവൻ സന്തോഷം നശിപ്പിക്കുന്നു. സൃഷ്ടിയുടെ കാരണക്കാരൻ, ദൈവങ്ങളുടെ ദൈവം, ഭഗവാൻ ശിവൻ. ഒരു ശാന്തനായ സന്യാസിയെപ്പോലെ, ഒരു പേടിപ്പെടുത്തുന്ന യോദ്ധാവിനെ പോലെ പല രൂപത്തിലും അവൻ അധർമ്മം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, ശിവന്റെ ഒരു രൗദ്ര രൂപം ഒരു രാക്ഷസന് നേരെ അല്ല, മറിച്ച് വിഷ്ണുദേവനെതിരെ വരെ യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ അത് എന്ത് കാരണം കൊണ്ടായിരിക്കും സൃഷ്ടിയുടെ കാരണക്കാരെ തമ്മിൽ നേർക്കുനേർത്തിച്ചത്? ശിവന്റെ അനേകം രൂപങ്ങളിലൊന്ന് നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകും. ശിവന്റെ ഈ രൂപം അത് സാക്ഷാൽ ശ്രീ വിഷ്ണുദേവന്റെ സുദർശന ചക്രത്തെ വരെ തോൽപ്പിച്ചിട്ടുണ്ട്. സതീദേവി തന്റെ പുരുഷനായ ശിവന് നേരെയുള്ള അധിക്ഷേപം സഹിക്കാൻ കഴിയാതെ തന്റെ പിതാവിന്റെ ഭവനത്തിലെ യജ്ഞത്തിൽ ചാടി സ്വന്തം ജീവൻ വെടിഞ്ഞു. തന്റെ ഭാര്യ മരിച്ച വിവരം അറിഞ്ഞ ശിവന് തന്റെ ക്രോധം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ശിവന്റെ കണ്ണുകൾ തീഗോളം പോലെ എരിഞ്ഞു. ആ ദേഷ്യത്തിൽ ശിവൻ ഉറക്കെ ആക്രോശിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ ആക്രോശം സർവ്വസൃഷ്ടിയെയും ആഞ്ഞടിച്ചു. ആകാശത്ത് കറുത്ത് മേഘങ്ങൾ നിറയാൻ തുടങ്ങി. ഭൂമി ചുട്ടു പൊള്ളാൻ തുടങ്ങി. ഇടിമിന്നലുകൾ ഭൂമിയെ ശക്തത്തിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഈ ആക്രോശത്തിൽ ശിവൻ തന്റെ ചുണ്ടുകൾ ശക്തമായി കടിച്ചുകൊണ്ട് തന്റെ ജടയിൽ നിന്നൊരു നായ വലിച്ച് നിലത്തേക്കിട്ടു. ആ നിലത്ത് വീണ ജടയിൽ നിന്നും ശിവന്റെ രൗദ്രരൂപമായ വീരഭദ്രൻ ജന്മം കൊണ്ടു. ശിവപുരാണത്തിൽ ഈ സന്ദർഭം പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ട്. അനേകം ഭുജങ്ങളും അനേകം ശിരസ്സുകളുമുള്ള ഈ രൂപത്തെ ശിവപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. രൗദ്രമായ രൂപം, ചുവന്ന ശരീരം, ചുവന്ന കണ്ണുകൾ, അഴിഞ്ഞുകിടക്കുന്ന ജട, ഇരു കൈകളിലുമായി വാളുകളും ത്രിശൂലവും പല അസ്ത്രങ്ങളും. വീരഭദ്രൻ ശിവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ വീരഭദ്രനോട് നിർദ്ദേശിച്ചു, സതീദേവിയുടെ പിതാവായ ദക്ഷദേവന്റെ യജ്ഞത്തിൽ പോയി അദ്ദേഹത്തിനെയും സന്യാസിമാരെയും വധിക്കാൻ നിർദ്ദേശിച്ചു. ശിവന്റെ വാക്കുകൾ അനുസരിച്ച് വീരഭദ്രൻ യജ്ഞത്തിൽ പോയി സർവരെയും വധിച്ച് അവിടെ ചാരമാക്കി. രക്ഷപ്പെടാൻ ശ്രമിച്ച എല്ലാവരുടെയും ശിരസ്സും കൈകളും അറുത്തുമാറ്റി. വീരഭദ്രൻ പ്രജാപതി ദക്ഷന്റെ ശിരസ് ഉടലിൽ നിന്ന് അറുത്തുമാറ്റി അത് തീഗോളത്തിൽ വിക്ഷേപിച്ചു. ശിവപുരാണത്തിൽ പരാമർശിക്കുന്ന വീരഭദ്രനെ തടയാൻ ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രം വരെ ഉപയോഗിച്ചത് ഫലം കണ്ടിട്ടില്ല. ഇതുകണ്ട ദേവലോകത്തെ സർവരും ആശങ്കപ്പെട്ടു. വീരഭദ്രനെ തടയാൻ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂവെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. ശിവന്റെ ക്രോധം നിയന്ത്രിക്കാതെ വീരഭദ്രനെ തടയാനാകില്ല എന്ന് ബ്രഹ്മാവ് ആരാഞ്ഞു. ബ്രഹ്മദേവനും വിഷ്ണുദേവനും ശിവനെ കാണാൻ കൈലാസത്തിലേക്ക് പോയി. കൈലാസത്തിലെത്തിയ ബ്രഹ്മാവ് ശിവനോട് ആരാഞ്ഞു, വീരഭദ്രനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ദേവലോകമാകെ നശിച്ച് ചാരമാകും. ഇത് കേട്ട ശിവൻ ബ്രഹ്മാവിനെ നോക്കി ആരാഞ്ഞു, ബ്രഹ്മാവേ,